നമസ്കാരം. നിങ്ങളുടെ CIB പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾക്ക് സഹായകമാകുന്ന ഹ്യൂമൻ റിസോഴ്സസിലെ ചില പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ഒരു കരിയർ എങ്ങനെ പ്ലാൻ ചെയ്യാം, നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ കഴിവുകൾ എങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സിമ്പിളായി ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു കരിയറിന്റെ 4 പ്രധാന ഭാഗങ്ങളിലൂടെ നമ്മൾ ഒരുമിച്ച് പോകും. ആദ്യം കരിയറിലെ സ്റ്റേജുകളും റോളുകളും എന്തൊക്കെയാണെന്ന് നോക്കും. പിന്നെ ഏതൊക്കെ തരം കരിയർ പാറ്റേണുകളാണ് സാധാരണയായി കാണാറുള്ളതെന്ന് മനസ്സിലാക്കും. അടുത്തതായി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആ കരിയർ ആങ്കർ എന്താണെന്ന് കണ്ടെത്തും. അവസാനം ഇതെല്ലാം വെച്ച് എങ്ങനെ നമ്മുടെ പ്രൊഫഷണൽ വളർച്ച പ്ലാൻ ചെയ്യാമെന്നും ചർച്ച ചെയ്യും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെഷനിലേക്ക് കടക്കാം. ഒരു പ്രൊഫഷണൽ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കരിയർ ഘട്ടങ്ങളിൽ നിന്നും റോളുകളിൽ നിന്നും തന്നെ തുടങ്ങാം. നമുക്ക് എറിക് എറിക്സൺസ് ലൈഫ് സ്റ്റേജസ് വെച്ച് തന്നെ തുടങ്ങാം, അല്ലേ? ഇതിൽ 3 പ്രധാന ഘട്ടങ്ങളുണ്ട്. ഒന്ന്, യങ് അഡൾട്ട്ഹുഡ്. ഈ ഘട്ടത്തിലാണ് നമ്മൾ സഹപ്രവർത്തകരുമായി നല്ല ബന്ധങ്ങളുണ്ടാക്കുന്നത്. അടുത്തത് അഡൾട്ട്ഹുഡാണ്. ഈ സമയത്ത് ഒരു സീനിയർ ഓഫീസർ ഒരു ജൂനിയറിന് ട്രെയിനിംഗ് കൊടുക്കുന്നത് പോലെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ അറിവുകൾ പകർന്നുകൊടുക്കാൻ തുടങ്ങും. അവസാനമായി മെച്ചോറിറ്റി എന്ന ഘട്ടമെത്തുമ്പോൾ നമ്മൾ കരിയറിൽ നൽകിയ സംഭാവനകളെക്കുറിച്ചൊക്കെ ഒന്ന് തിരിഞ്ഞുനോക്കും. നമ്മുടെ കരിയറിൽ നമ്മൾ പല റോളുകളിലൂടെ കടന്നുപോകും. പ്രധാനമായും 4 എണ്ണമാണുള്ളത്. നമ്മളൊരു ആപ്രന്റീസായിട്ടായിരിക്കും തുടങ്ങുന്നത്, അതായത് ജോലി പഠിക്കുന്ന ഒരാളായിട്ട്. പിന്നെ നമ്മളൊരു കൊലീഗാകും, സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. കാലം കഴിയുമ്പോൾ മറ്റുള്ളവരെ നയിക്കുന്ന ഒരു മെന്ററായി മാറും. ഒടുവിൽ ഓർഗനൈസേഷന്റെ തന്നെ ദിശാബോധം നിർണ്ണയിക്കുന്ന ഒരു സ്പോൺസർ എന്ന നിലയിലേക്ക് വരെ നമുക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞേക്കും. അപ്പോ നമ്മൾ കരിയറിലെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. പക്ഷേ ഒരു ചോദ്യമുണ്ട്. എല്ലാവരുടെയും കരിയർ ഒരേപോലെയാണോ മുന്നോട്ടു പോകുന്നത്? ഒരിക്കലുമല്ല. ഓരോ കരിയറിനും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വ്യത്യസ്ത പാതകളുണ്ട്. അതിനെയാണ് നമ്മൾ കരിയർ പാറ്റേണുകൾ എന്ന് പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് നോക്കാം. ഇതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നത് കാരിയർ കോൺസെപ്റ്റ്സ് ബൈ ഡ്രൈവർ എന്നൊരു മോഡലിൽ നിന്നാണ്. ഇതനുസരിച്ച് ആളുകൾ തിരഞ്ഞെടുക്കുന്ന 5 പ്രധാന കരിയർ വഴികളുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങളിതിൽ ഏതു വഴിയിലാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ കേട്ടോ. നമ്മുടെ കരിയർ പാതകളെ പ്രധാനമായും 5ആയിട്ട് തിരിക്കാം. ഒന്നാമത്തേത് ലീനിയർ കരിയർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുകളിലേക്ക് പോകുന്ന ഒരു കരിയർ. രണ്ടാമത്തേത് സ്റ്റഡി സ്റ്റേറ്റ് കരിയർ, അതായത് ഒരേ ജോലിയിൽ തന്നെ കൂടുതൽ വൈദഗ്ധ്യം നേടുക. മൂന്നാമത്തേത് ട്രാൻസിറ്ററി പാറ്റേൺ, പരസ്പരം ബന്ധമില്ലാത്ത പല ജോലികളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നത്. നാലാമത്തേത് സ്പൈറൽ കരിയർ. ഇവിടെ ഓരോ 7-10 വർഷം കൂടുമ്പോഴും പുതിയ മേഖലകളിലേക്ക് മാറും. അവസാനമായി പ്ലാറ്റോ കരിയർ, അതായത് ഒരു ഘട്ടം കഴിയുമ്പോൾ കരിയർ ഗ്രോത്ത് നിൽക്കുകയും അതേ ലെവലിൽ തുടരുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കരിയറിന്റെ പല വഴികൾ കണ്ടു. ഇതൊക്കെ പുറമേയുള്ള കാര്യങ്ങളാണ്. പക്ഷേ എന്താണ് നമ്മളെ ഉള്ളിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നത്? നമ്മുടെ കരിയർ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ആ ഒരു ആന്തരിക ശക്തി എന്താണ്? നമുക്കതൊന്ന് പരിശോധിക്കാം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലേ. നമ്മുടെ കരിയർ തീരുമാനങ്ങളെ ശരിക്കും ഗൈഡ് ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കോമ്പസ്? അതിന്റെ ഉത്തരമാണ് കരിയർ ആങ്കർ എന്ന ഈ ആശയം. ശരിക്കും ഒരു നങ്കൂരം പോലെ തന്നെ. കടലിൽ ഒരു കപ്പലിനെ എങ്ങനെയാണോ നങ്കൂരം പിടിച്ചു നിർത്തുന്നത്, അതുപോലെ നമ്മുടെ കരിയറിനെ ദിശ തെറ്റാതെ പിടിച്ചു നിർത്തുന്ന ഒന്നാണിത്. നമ്മുടെ കഴിവുകൾ, മൂല്യങ്ങൾ, താൽപ്പര്യങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒന്നാണ് ഈ ആങ്കർ. അപ്പോ ഈ ആങ്കർ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങൾ വെച്ചാണ്. ഒന്നാമത്, നമുക്ക് ഇന്ന കഴിവുകളുണ്ട് എന്ന നമ്മുടെ സ്വയം വിശ്വാസം. രണ്ടാമത്, നമ്മുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും. പിന്നെ മൂന്നാമത്തത്, നമ്മുടെ മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും. ഇത് 3ഉം ചേരുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ കരിയർ ആങ്കർ ഉണ്ടാകുന്നത്. എഡ്ഗർ ഷൈൻ പറയുന്നതനുസരിച്ച് പ്രധാനമായും 5 കാരിയർ ആങ്കേഴ്സാണ് ഉള്ളത്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തേത് ടെക്നിക്കൽ ഓർ ഫങ്ഷണൽ കോമ്പിറ്റൻസ്. ഇങ്ങനെയുള്ളവർ ഫോറെക്സ് അല്ലെങ്കിൽ ട്രഷറി പോലുള്ള ഒരു പ്രത്യേക മേഖലയിൽ എക്സ്പേർട്ട് ആകാൻ ആഗ്രഹിക്കും. അടുത്തത് മാനേജീരിയൽ കോമ്പിറ്റൻസ്. ഇവർക്ക് ഒരു ബ്രാഞ്ച് മാനേജറാകാനും ആളുകളെ നയിക്കാനുമൊക്കെയായിരിക്കും താൽപ്പര്യം. മൂന്നാമത്തേത് സെക്യൂരിറ്റി. ഇവർക്ക് ജോലിയിൽ സ്ഥിരതയാണ് ഏറ്റവും പ്രധാനം. നാലാമത്തേത് ക്രിയേറ്റിവിറ്റി ഉള്ളവർ. ഇവർക്ക് പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും പുതിയ വഴികൾ കണ്ടെത്താനുമൊക്കെയാണ് ഇഷ്ടം. അവസാനത്തേത് ഓട്ടോണോമി, അതായത് ജോലിയിൽ കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവർ. ഇതുവരെ നമ്മൾ കുറേ തിയറികൾ സംസാരിച്ചു. ഇനി നമുക്ക് ഏറ്റവും പ്രാക്ടിക്കലായൊരു കാര്യത്തിലേക്ക് തരാം. നമ്മുടെ കരിയർ ഗ്രോത്ത് എങ്ങനെ നമുക്ക് തന്നെ പ്ലാൻ ചെയ്യാം, എങ്ങനെ നമ്മുടെ കരിയറിന്റെ കൺട്രോൾ ഏറ്റെടുക്കാം. കരിയർ പാത്ത് പ്ലാനിംഗ്
ഇത് HR-ന്റെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. സിംപിളായി പറഞ്ഞാൽ, നിങ്ങളുടെ കരിയർ ഗോളുകളും ഓർഗനൈസേഷനിലെ അവസരങ്ങളും തമ്മിൽ എങ്ങനെ മാച്ച് ചെയ്യാം എന്ന് നോക്കുന്ന ഒരു സിസ്റ്റമാണിത്. തീർച്ചയായും കരിയർ നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഓർഗനൈസേഷനും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഉദാഹരണത്തിന്, പ്രൊമോഷൻ പോളിസികൾ വ്യക്തമാക്കുക, അവസരങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയിക്കുക. അതുപോലെ കരിയർ പാത്ത് ഒരു അവകാശമല്ല, മറിച്ചൊരു സൗകര്യമാണെന്ന് മനസ്സിലാക്കി തരിക. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഒരു കാര്യം നമ്മൾ ഓർക്കണം. നിങ്ങളുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവർ അത് നിങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല. ഇത് നമ്മളെ സ്വയം വികസിപ്പിക്കുക, അതായത് സെൽഫ് ഡെവലപ്മെന്റ് എന്ന ആശയത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോ എന്താണ് ഈ സെൽഫ് ഡെവലപ്മെന്റ്? ഏത് ടാസ്ക് ആയാലും സിറ്റുവേഷൻ ആയാലും കൂളായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെച്യൂർഡ് പേഴ്സണാലിറ്റിയായി നമ്മൾ സ്വയം മാറുന്നതിനെയാണ് സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് വേർഷനായി നിങ്ങൾ തന്നെ മാറുന്നു. സെൽഫ് ഡെവലപ്മെന്റിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലോക്കസ് ഓഫ് കൺട്രോൾ. ഇത് രണ്ടെണ്ണമുണ്ട്. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളുള്ള ആളുകൾ വിചാരിക്കുന്നതെന്താ, എന്റെ പ്രൊമോഷൻ പോയത് മാനേജർക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതെന്റെ തലവിധി എന്നൊക്കെ. എന്നാൽ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളുള്ള ഒരാൾ ചിന്തിക്കുന്നത്, എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ ഞാൻ കൂടുതൽ എന്ത് ചെയ്യണമെന്നാണ്. അവർ വിശ്വസിക്കുന്നത് സ്വന്തം വിധി നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുമെന്നാണ്. അപ്പോൾ നമ്മളിപ്പോ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. കരിയർ സ്റ്റേജുകൾ, പാറ്റേണുകൾ, ആങ്കറുകൾ, ഇതൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഏതു വഴിയാണ് ആക്റ്റീവായി തിരഞ്ഞെടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ കരിയറിന്റെ കപ്പിത്താൻ നിങ്ങളാണോ? ഈ അറിവ് ഇനി നിങ്ങളുടേതാണ്. തീരുമാനവും നിങ്ങളുടേത് തന്നെ. നിങ്ങളുടെ CAIB പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും.